ഹലോ, അപ്പോൾ നമുക്കിന്ന് ഈ ഒരു ഹാർട്ട് ക്വില്ലിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബേസ് ഷീറ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 160 GSMൻ്റെ വൈറ്റ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് തിക്നെസ് ഉള്ളൊരു ഷീറ്റാണിത്. പിന്നെ ക്വില്ലിങ് സ്ട്രിപ്സ് ഞാൻ എടുത്തിട്ടുള്ളത് 1 cm ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 mm അല്ലെങ്കിൽ 5 mm അല്ലെങ്കിൽ 7 mm യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈനിന് വേണ്ടിയിട്ട് ബേസ് ഷീറ്റിൻ്റെ തന്നെ സെയിം വേറൊരു ഷീറ്റ് എടുത്തിട്ട് ഞാൻ ഇതേപോലെ 1 cmൻ്റെ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതേപോലെ നമുക്കതൊരു ഹാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നീഡിൽ എടുത്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ സ്ട്രിപ്പ് നല്ല കേർവി ആയിട്ട് വരും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഈ ഷേപ്പ് നമ്മൾ നമ്മുടെ ബേസ് ഷീറ്റിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ഡിസൈൻസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. ഞാനിവിടെ നീഡിൽ യൂസ് ചെയ്തിട്ടാണ് ഓരോ കോയിൽസ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ കൈകൊണ്ട് തന്നെയാണ് എല്ലാ കോയിൽസും ഉണ്ടാക്കുന്നത്. അപ്പം ഇത് എത്ര വലുത് വേണോ ചെറുത് വേണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വേണ്ടുന്നത്ര എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് സെയിം നീഡിൽ വെച്ചൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്യുക. എന്നിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ ബാക്കിയുള്ള പേപ്പർ സ്ട്രിപ്സും കോയിൽസ് ഉണ്ടാക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിനിപ്പം ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെക്കാം. ഇതിപ്പോൾ എവിടെയാണ് വെച്ചാൽ ഭംഗി ഉണ്ടാകുക എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ പേപ്പർ സ്ട്രിപ്സ് നിങ്ങൾ കുല്ല് ചെയ്ത് റോൾസ് ഉണ്ടാക്കിയത് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ തന്നെയാണ് ഞാൻ ബാക്കിയുള്ള സ്ട്രിപ്സും യൂസ് ചെയ്തിട്ട് ഇതേപോലെ റോൾ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. സോ ഡിസൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ക്വില്ലിങ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാം. വേണമെങ്കിൽ സിംഗിൾ കളർ വെച്ചിട്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ ഡിസൈൻ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഗ്യാപ്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എവിടെയൊക്കെയാണ് ഗ്യാപ്പ് ഉള്ളതെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ചെറിയ കോയിൽസ് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഞാൻ ബാക്കിയുള്ള സ്പേസ് ഒന്ന് ഫില്ല് ചെയ്യാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും. ഇപ്പം നമ്മുടെ ഡിസൈൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഫ്രെയിം ചെയ്ത് വെക്കാം. അപ്പം ഞാനിതിവിടെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഷീറ്റിൽ പേസ്റ്റ് ചെയ്യാം.
അപ്പോൾ ഇതുപോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് കട്ട് ചെയ്തെടുത്ത ഡിസൈൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷീറ്റ്സിൽ പേസ്റ്റ് ചെയ്യാം. പ്ലെയിൻ കളേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും കാലിഗ്രാഫി ചെയ്തിട്ട് അങ്ങനെ സ്റ്റിക്ക് ചെയ്യാം. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.